അഫിക്ക് കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് ഇടിയപ്പം ഉണ്ടാക്കുന്നതാണ് കേട്ടോ. രാവിലെ കഴിക്കാനുള്ള ഫുഡും ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഉച്ചക്കത്തേക്ക് നമ്മളൊരു ഇടിയപ്പം അതുപോലെ തന്നെ കടലക്കറിയും വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൂടി ബാഗിലെടുത്ത് വെച്ചു. പിന്നെ ഇത് ഇവിടെ അടുത്തുള്ളവൻ്റെ കൂട്ടുകാരൻ്റെ ഉമ്മി റെഡിയാക്കി തന്നാന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ എൻ്റെ കയ്യിൽ കൊണ്ട് തന്നതാണ് കേട്ടോ. ഒരു വീട് ഈർക്കിലേക്ക് വെച്ച് ഒട്ടിച്ചത്. അഫിയുടെ ഫേവറേറ്റ് മിസ്സാണ് കേട്ടോ, ഷാൻഡി മിസ്. അപ്പോൾ ഞാനിത് ഷാൻഡി മിസ്സിന് ഗിഫ്റ്റ് ചെയ്യാൻ പോവുക ഉമ്മി, ഇതെനിക്ക് സേഫാക്കി വെച്ചതാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാനൊരു ടെക്സ്റ്റ് ബുക്കിൻ്റെ ഇടയ്ക്ക് അത് വെച്ച് കൊടുത്തു കേട്ടോ. പിന്നെ ബസ് കയറ്റി വിടാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കുണ്ട് അമ്മായിയും ഫവാസും ഫൈസിനെയും കൊണ്ട് വന്നു അവിടെ നിന്ന് കയറ്റി വിടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് പോയി അവരെ കയറ്റി വിട്ടിട്ട് വന്നു കേട്ടോ. ഇന്നിപ്പോൾ നിതിമോൾക്ക് കുത്തിവെപ്പ് എടുക്കേണ്ട ദിവസമാണ്. എനിക്ക് ഏറ്റവും ടെൻഷൻ തരുന്ന ഒരു ദിവസമാണ് കേട്ടോ ഇത്. അങ്ങനെ ഞാനും ഉമ്മച്ചിയും കൂട്ടിയിട്ട് നിതിമോളും കൂട്ടി തട്ടക്കുഴ ഹോസ്പിറ്റലിലേക്ക് എത്തിയതാണ്. അങ്ങനെ അവിടെ വന്നു, വെയിറ്റ് നോക്കി, ഡോക്ടറെ കണ്ടു. 3 ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു, 2 കയ്യിലും 1 കാലിലുമായിട്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിറങ്ങി കേട്ടോ. ഇപ്പോൾ നിങ്ങൾ ഉമ്മച്ചിയുടെ ഫേസ് കണ്ടോണേ, കൊച്ചു കരഞ്ഞതിൻ്റെ ആകെ വിഷമത്തിൽ നിൽക്കുന്ന അവസ്ഥയാണ് കേട്ടോ ഇത്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമുക്കിത് എടുക്കാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല. പക്ഷേ കുട്ടികൾ കരയണാകുമ്പോഴത്തേക്ക് നമുക്ക് സഹിക്കാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ ഉടുമ്പന്നൂർ വന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു.